ഹലോ മക്കൾസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2 ചാപ്റ്റർ സെക്സ്വൽ റീപ്രൊഡക്ഷൻ ബയോടെക്നോളജി. ഇതിൽ നിന്ന് എല്ലാ കൊല്ലവും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ള ഫ്രീക്വൻലി ആസ്കഡ് ക്വസ്റ്റ്യൻസ് ആണ് 2 ചാപ്റ്ററിലെ പഠിക്കാൻ പോണത്. ഈ ക്വസ്റ്റ്യൻ തന്നെ നാളെ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള മക്കളെ. ഇത് തന്നെയാണ് എല്ലാ കൊല്ലവും തിരിച്ചു മറിച്ചൊക്കെ ഇടുക. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് കുറഞ്ഞ ടൈം കൊണ്ട് വേഗം നോക്കി പോവാം. അറ്റ്ലീസ്റ്റ് എൻ്റെ മക്കൾ ഇതെങ്കിലും സമയമില്ലെങ്കിൽ പഠിച്ചിട്ട് പോകണം. കമ്മ്യൂണിറ്റിയിൽ ഇതിൻ്റെ നോട്ട് വരും, വേഗം ഡൗൺലോഡ് ചെയ്യണം. ഈ PDF ഇരുന്ന് ഇങ്ങനെ വായിക്കണം പരീക്ഷ ഹോളിൽ കയറുന്നതിന് മുമ്പ്. അപ്പോൾ നമുക്ക് വേഗം നമുക്ക് കുറച്ച് ഷുവർ ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ചാപ്റ്റർ എന്നുള്ളത് 20 മാർക്കോളം ക്വസ്റ്റ്യൻ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 20 മാർക്കോളമുള്ള ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പഠിച്ചാൽ, സെറ്റാക്കി പഠിച്ചാൽ, ഞാൻ പറയുന്നത് കേട്ടു പഠിച്ചാൽ, കണ്ടു പഠിച്ചാൽ എൻ്റെ മക്കളെ 20 മാർക്കോളം കിട്ടും. ഓക്കെ, അതുകൊണ്ട് വൃത്തിക്ക് പഠിച്ചോ, ശ്രദ്ധിച്ചിരുന്നോ. ഒരു നോട്ട് എടുത്ത് വെച്ച് വേണമെങ്കിൽ വേഗം എഴുതിക്കോ, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ നോട്ട് പഠിച്ചാലും മതി. ഓക്കെ, വേഗം പാടാം. സെക്സ്വൽ റീപ്രൊഡക്ഷനിൽ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വാ, ആന്തറിന്റെ ലെയറുകൾ ഏതൊക്കെ? നാളെ ഏതെങ്കിലും സ്കൂളുകാർക്ക് ഏതെങ്കിലും ടീച്ചർ ഇടുന്ന ക്വസ്റ്റ്യനാ. ആന്തറിന്റെ ലെയറുകൾ ഏതൊക്കെ? പുറത്ത് നിന്നകത്തോട്ട് പറ. എപ്പിഡെർമിസ്, എൻഡോത്തീഷ്യം, മിഡിൽ ലെയർ, ടെപ്പീറ്റം. ടെപ്പീറ്റത്തിന്റെ പണി എന്താണെന്നറിയാമോ? നറിഷ് ചെയ്യുക, ഫുഡ് കൊടുക്കാറ്. നറിഷ് പോളൻഗ്രെയിൻ. പോളൻഗ്രെയിന് വളരാൻ വേണ്ടിയുള്ള ഫുഡ് കൊടുക്കുന്നത് ആരാ? ടെപ്പീറ്റമാ. ബാക്കി 3 ലെയറിന്റെ പണി എന്താ? ആന്തറിനെ സംരക്ഷിക്കുക, പ്രൊട്ടക്ഷൻ കൊടുക്കുക. എപ്പിഡെർമിസ്, എൻഡോത്തീഷ്യം, മിഡിൽ ലെയർ. ഒരു കോഡ് നമ്മൾ പറയും. എപ്പി എന്തോ മിഡിലിൽ തപ്പി. എപ്പി എന്തോ മിഡിൽ തപ്പി. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ആന്തറിന്റെ ലെയറുകൾ ചോദിക്കും. ഏതാണ് ഔട്ടർ ലെയർ? എപ്പിഡെർമിസ് ആണ് ഔട്ടർ ലെയർ. ഏതാ ഇന്നർ ലെയർ? ടെപ്പീറ്റം. ടെപ്പീറ്റത്തിന്റെ പണി പോളൻഗ്രെയിന് ഫുഡ് കൊടുക്കുക. ഓർത്ത് വെച്ചോ. പോളൻഗ്രെയിൻ എങ്ങനെയാ ആന്തറിന്റെ ഉള്ളിൽ ഉണ്ടാകുക? ആന്തറിന്റെ ഉള്ളിലാ പോളൻഗ്രെയിൻ ഉണ്ടാകുക. പോളൻഗ്രെയിന്റെ ഉള്ളിലാ മെയിൽ ഗമേറ്റ് ഉണ്ടാകുക. അതുകൊണ്ട് പോളൻഗ്രെയിനെയാ മെയിൽ ഗെമറ്റോഫൈറ്റ് എന്ന് വിളിക്കുക. മെയിൽ ഗെമറ്റോഫൈറ്റ് എന്ന് ചോദിച്ചാൽ പോളൻഗ്രെയിനാ. ഫീമെയിൽ ഗെമറ്റോഫൈറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് എംബ്രിയോസാക്ക. എഴുതി വെച്ചോ. എങ്ങനെയാ പോളൻഗ്രെയിൻ ഉണ്ടാകുക ആന്തറിന്റെ ഉള്ളിൽ? ആന്തറിന്റെ ഉള്ളിലെ സെല്ലുകളാണ് സ്പോറോജീനസ് സെല്ലുകൾ. ഈ സ്പോറോജീനസ് സെൽ മിയോസിസിന് പോകും. ഒരു സെല്ല് മിയോസിസിന് പോയാൽ 4 സെല്ലായിട്ട് മാറും. മൈറ്റോസിസിന് പോയാൽ 2 എണ്ണമായിട്ട്, മിയോസിസിന് പോയാൽ 4 ആയിട്ട്. ഒരു സ്പോറോജീനസ് സെല്ല് മിയോസിസിന് പോയിട്ട് 4 സെല്ലുകളായി മക്കളെ. 4 എണ്ണത്തിനും ഒരേ പേരാ. 4 മൈക്രോസ്പോർ ഉണ്ടായി എന്ന് പറയും. ഒരു സ്പോറോജീനസ് സെൽ മിയോസിസിന് പോയി 4 മൈക്രോസ്പോറായി. ഓരോ മൈക്രോസ്പോറും എന്തായിട്ട് ഡെവലപ്പ് ചെയ്യുന്നറിയാമോ? പോളൻഗ്രെയിനായിട്ട് ഡെവലപ്പ് ചെയ്യും. ഓരോ മൈക്രോസ്പോറും എന്തായിട്ട് മാറും? ഓരോരോ പോളൻഗ്രെയിനായിട്ട് മാറും. ഓരോ മൈക്രോസ്പോറും എന്തായിട്ട് മാറും? ഓരോരോ പോളൻഗ്രെയിനായിട്ട് മാറും. അങ്ങനെ എത്ര പോളൻഗ്രെയിൻ ഉണ്ടാകും നമുക്ക്? 4 പോളൻഗ്രെയിൻ. സ്പോറോജിനസ് സെൽ മിയോസിസിന് പോയി 4 മൈക്രോസ്പോറായി. 4 ഓരോ മൈക്രോസ്പോറും ഓരോരോ പോളൻഗ്രെയിൻ ആകും. ടോട്ടൽ 4 പോളൻഗ്രെയിൻ ആകും. ഇത്രയാണ് പോളൻഗ്രെയിൻ ഉണ്ടാകുന്നത്. ഈ ഫ്ലോ ചാർട്ട് അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. സ്പോറോജിനസ് cell, meiosis, 4 microspores. 4 microspores develops into 4 pollen grain. 4 microspore develop into 4 pollen grain ആണ് കേട്ടോ. അല്ലാതെ 4 microspore develop into 1 pollen grain അല്ല. ഓരോന്നും ഓരോ pollen grain ആകും. അടുത്തത് ഈ ചിത്രമാണ് പോളൻഗ്രെയിൻ. എന്നിട്ട് ഏതാ ഇതിലെ ഏത് അടയാളപ്പെടുത്താൻ ചോദിക്കും. എ എന്ന് പറഞ്ഞാൽ വലിയ സെൽ. ആരാ? വലുത്. വലുത് വെജിറ്റേറ്റീവ് സെൽ. ചെറിയ സെൽ ആരാ? ജനറേറ്റീവ് സെൽ. വെജിറ്റേറ്റീവ് സെല്ലിന്റെ പണി എന്താ? പോളൻ ട്യൂബായിട്ട് മാറുക. ഫങ്ഷൻസ് ഓഫ് ദിസ് സെല്ലും ചോദിക്കും. വെജിറ്റേറ്റീവ് സെല്ലിന്റെ പണിയാണ് എന്തായിട്ട് മാറുക? പോളൻ ട്യൂബായിട്ട് മാറുക. പോളൻ ട്യൂബ് ഉണ്ടാകുന്നത് ആര് കാരണമാ? വെജിറ്റേറ്റീവ് സെല്ല് കാരണമാ. 2 മെയിൽ ഗെമേറ്റ് ഉണ്ടാകും. പോളൻഗ്രെയിൻ്റെ ഉള്ളിൽ മെയിൽ ഗെമേറ്റ് 2 എണ്ണം ഉണ്ടാകും. ഈ 2 മെയിൽ ഗെമേറ്റ് ആകുന്നത് ആരാ? ജനറേറ്റീവ് സെല്ല. പോളൻ ട്യൂബ് ആകുന്നത് ആരാ? വെജിറ്റേറ്റീവ് സെല്ല്. 2 മെയിൽ ഗെമേറ്റ് ആകും ജനറേറ്റീവ് സെല്ല്. പോളൻ ട്യൂബ് ആകും വെജിറ്റേറ്റീവ് സെൽ. പോളൻ ഗ്രെയിൻസ് ഫോസിലുകളെ പോലെ മക്കളെ അഴുക്കാകാറില്ല. എന്തുകൊണ്ടാ സാറേ പോളൻ ഗ്രെയിൻസ് ഫോസിലുകളെ പോലെ അഴുക്കാകാത്തത്? കാരണം അവരെ കവർ ചെയ്ത ഒരു കെമിക്കൽ ഉണ്ട്. അതിന്റെ പേര് സ്പോറോപൊലിനാ. സ്പോറോപൊലിൻ ആസിഡ് ഒഴിച്ചാലോ ആൽക്കലി ഒഴിച്ചാലോ ആക്ട് ചെയ്താലും നശിക്കാത്ത കെമിക്കലാ. അവരുടെ എക്സൈൻ ലെയറിലാ കാണുക. പോളൻഗ്രെയിന് 2 ലെയർ ഉണ്ട്. ഒന്ന് ഇൻറ്റൈന്, ഏറ്റവും പുറത്തുള്ള ലെയറാണ് എക്സൈന്. ഈ എക്സൈൻ ഉണ്ടാക്കിയിരിക്കുന്ന സ്പോറോപൊലിൻ വെച്ച നല്ല കട്ടിയുള്ള സാധനമാണ്. ഈ കട്ടിയുള്ള സ്പോറോപൊലിൻ ഉള്ളത് കൊണ്ടാ ഫോസിലുകളെ പോലെ മണ്ണിൽ കുറേ നാൾ പോളൻഗ്രെയിൻ കിടക്കുക. എന്താ ഫോസില്? ചത്ത ജീവികളുടെ ശവശരീരങ്ങൾ, അസ്ഥികൂടങ്ങൾ. അസ്ഥികൂടങ്ങൾ കുറേ നാൾ മണ്ണിൽ കിടക്കും. അതേപോലെ പോളൻഗ്രെയിനും കുറേ നാൾ ഫോസിലിനെ പോലെ മണ്ണിൽ കിടക്കാൻ കാരണം ഡ്യൂ ടു സ്പോറോപൊലിൻ കെമിക്കൽ ഉള്ളത് കൊണ്ടാണ്.
ഇത് ഷുവറാണ്, ഏത് സ്കൂൾ എടുത്താലും ഷുവറാ. എംബ്രിയോ സാക്കിന്റെ ഡയഗ്രാം, അതേപോലെ ഒവ്യൂളിന്റെ ഡയഗ്രാം, അതൊക്കെ നോക്കി വെച്ചേക്കണം. എംബ്രിയോ സാക്കിൽ ഈ മുകളിൽ കാണുന്ന സെല്ലിന്റെ പേരെന്താ? എ ആണ് ആന്റിപോഡൽ സെൽ. നടുക്ക് കാണുന്ന ഈ വലിയ സെല്ലിന്റെ പേരാണ് മക്കളെ സെൻട്രൽ സെൽ. അതിൽ 2 ന്യൂക്ലിയസ് ഉണ്ട്, അതിന്റെ പേര് പോളാർ ന്യൂക്ലിയസ്. ഈ നടുക്ക് താഴെ 3 സെല്ലുണ്ട്, അതിൽ നടുക്കത്തെ സെല്ലാണ് എഗ്. സൈഡിൽ ഇരിക്കുന്ന ഈ മഞ്ഞ സെല്ലുകളാണ് സിനർജിഡ്. മഞ്ഞ ആകണമെന്നില്ല, ഞാൻ കൊടുത്തേ ഉള്ളൂ. ഈ സിനർജിഡില് ചില തിക്കനിങ് ഉണ്ട്. ഈ സിനർജിഡിലെ സ്ട്രക്ചറിന്റെ പേരാ ഫില്ലിഫോം അപ്പാരറ്റസ്. എഗ്ഗിൽ ഫില്ലിഫോം അപ്പാരറ്റസ് ഇല്ല, സിനർജിഡ്സിൽ മാത്രം കാണുന്ന തിക്കനിങ് ആണ് ഫില്ലിഫോം അപ്പാരറ്റസ്. പോളൻ ട്യൂബിനെ അടുത്തേക്ക് വരിക്കുക, ഗൈഡ് പോളൻ ട്യൂബ്. ഫില്ലിഫോം അപ്പാരറ്റസിന്റെ പണി എന്താ? ഗൈഡ് ചെയ്യുന്നു പോളൻ ട്യൂബിനെ. അടുത്ത ചോദ്യം, ഇത്രയും സെല്ലുണ്ട്, ആന്റിപോഡൽ, സെൻട്രൽ സെൽ, എഗ്, സിനർജിഡ്. ഇതിൽ ഏത് സെല്ലാണ് ഡിപ്ലോയിഡ് സെൽ? ഏത് സെല്ലാണ് ഡിപ്ലോയിഡ് സെൽ മക്കളെ? ആന്റിപോഡൽ ഹാപ്ലോയിഡ് ആണ്, എഗ് ഹാപ്ലോയിഡാ, സിനർജിഡ് ഹാപ്ലോയിഡാ. ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒറ്റ സെല്ലാരാ? സെൻട്രൽ സെൽ. ചോദിക്കാം, എംബ്രിയോ സാക്കിന്റെ ഡയഗ്രാം തന്നിട്ട് ഏതാണ് ഡിപ്ലോയിഡ് സെല്ല്? ഡിപ്ലോയിഡ് സെല്ല് സെൻട്രൽ സെല്ല. എന്താ പോളിനേഷൻ സാറേ? ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻ ഫ്രം ആന്തർ ടു സിഗ്മ, അതാണ് പോളിനേഷൻ. അതിന്റെ ടൈപ്പ് എഴുതാൻ ചോദിക്കുക എല്ലാ പരീക്ഷയ്ക്കും. സിമ്പിൾ ക്വസ്റ്റ്യനാ. ഇതൊക്കെ ചില സ്കൂളുകാരെ ഇടുള്ളൂ, ടീച്ചേഴ്സ് തന്നെ ഇടുന്നതായതുകൊണ്ട് ഇതിലേത് വേണമെങ്കിലും ഇടാം കേട്ടോ. ടൈപ്പ് ഏതൊക്കെ? ഓട്ടോഗമി, ജിറ്റിനോഗമി, സീനോഗമി. ഇത് 3മാണ് ഏതിന്റെ ടൈപ്പ് വരിക? പോളിനേഷന്റെ ടൈപ്പ് വരിക. അടുത്ത മക്കളെ, അടുത്ത ലിസ്റ്റ് ഔബ്രീഡിങ് ഡിവൈസ്. ഏതൊക്കെയാണ് സാർ ഔബ്രീഡിങ് ഡിവൈസുകൾ? സെൽഫ് പോളിനേഷനെ തടഞ്ഞ് ക്രോസ് പോളിനേഷനെ കൂട്ടുന്നവരാണ് ഔബ്രീഡിങ് ഡിവൈസുകൾ. ഒന്നാമത്തെ യൂണിസെക്ച്വൽ ഫ്ലവർ. എടാ, ബൈസെക്ച്വൽ ഫ്ലവർ ഒരു പ്ലാന്റിൽ ഉണ്ടാകുമ്പോഴാ സെൽഫ് പോളിനേഷൻ നടക്കുക. സെൽഫ് പോളിനേഷൻ നടക്കാതിരിക്കാനല്ലേ ഔട്ട്ബ്രീഡിംഗ് ഡിവൈസ് നോക്കുക. അപ്പോൾ അവിടെ എന്തുണ്ടാക്കും? യൂണിസെക്ച്വൽ ഫ്ലവർ ഉണ്ടാക്കും. പിന്നെന്താ? ഒരു ഫ്ലവറിൽ തന്നെ ആന്തർ ഒരു വശത്തേക്ക് വെക്കുക, സിഗ്മ വേറെ വശത്തേക്ക് വെക്കുക, രണ്ട് അറ്റത്തേക്ക് വെക്കുക. അപ്പോൾ സെൽഫ് പോളിനേഷൻ നടക്കാൻ പാടാണ്. ആന്തർ ആൻഡ് സിഗ്മ അറ്റ് ഡിഫറെന്റ് ലൊക്കേഷൻ. സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി. എന്താ സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ? ഒരു ബൈസെക്ച്വൽ ഫ്ലവറിൽ ഇതാണ് ആന്തർ, ഇതാണ് സിഗ്മ എന്നിരിക്കട്ടെ. ബൈസെക്ച്വൽ ഫ്ലവറിൽ ഈ ആന്തറിൽ നിന്ന് വരുന്ന പോളൻ ഗ്രെയിനെ വാങ്ങിക്കാൻ സിഗ്മയ്ക്ക് ഒരു മടി കാണും, ഒരു റിജക്ഷൻ. സ്വന്തം ഫ്ലവറാ, ആ ഫ്ലവറിന്റെ അടുത്തുള്ള ആന്ത്രയിൽ നിന്ന് വരുന്ന പോളൻ ഗ്രെയിനെ വാങ്ങിക്കാൻ സിഗ്മയ്ക്ക് മടി കാണും. സിഗ്മ ഈ ആന്ത്രയിൽ നിന്ന് വരുന്ന പോളൻ ഗ്രെയിനെ അകറ്റി മാറ്റും. വേറെ ഫ്ലവറിൽ നിന്ന് വരുന്ന ആന്ത്രിനെ പോളൻ ഗ്രെയിനെ സ്വീകരിക്കും, പക്ഷെ സ്വന്തം ഫ്ലവറിലെ ആന്ത്രയിൽ നിന്നുള്ള പോളൻ ഗ്രെയിനെ അകറ്റി മാറ്റും. സ്വന്തം ഫ്ലവറിലെ ആന്ത്രയിൽ നിന്നുള്ള പോളൻ ഗ്രെയിനെ അകറ്റി മാറ്റാനുള്ള സിഗ്മന്റെ കഴിവ്, അതാണ് സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് സിഗ്മ ഫോർ റിജക്ട്, അകറ്റി മാറ്റുക സെൽഫ് പോളൻ. സ്വന്തം അടുത്തുള്ള ആന്ത്രയിൽ നിന്ന് വരുന്ന പോളനെയാണ് സെൽഫ് പോളൻ എന്ന് വിളിക്കുക. സെൽഫ് പോളനെ അകറ്റി മാറ്റാനുള്ള സിഗ്മന്റെ കഴിവ്, അതാണ് സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി. ഇനി കുറെ പ്രോപ്പർട്ടീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഓരോന്ന് ഏതാ? വിൻഡ് ആണോ, വാട്ടർ ആണോ, ഇൻസെക്ട് ആണോ? സ്റ്റിക്കി പോളൻ ഗ്രെയിൻ ഒട്ടിപ്പിടിക്കണമെങ്കിൽ അത് ഏതായിരിക്കണം? ഇൻസെക്റ്റിന്റെ അകത്തായിരിക്കണം. ഇൻസെക്ട് പോളിനേഷൻ. റിബൺ ഷേപ്പ്ഡ് പോളൻ ഗ്രെയിൻസ്, മ്യൂസിലേജിനസ് കവറിംഗ് ഉള്ള പോളൻ ഗ്രെയിൻ, അതൊക്കെ വാട്ടർ പോളിനേഷനിലാണ് കാണുക. ലൈറ്റ് പോളൻ ഗ്രെയിൻ ആണെങ്കിൽ കാറ്റിനെ എടുത്തുകൊണ്ട് പോകാനല്ലേ, വിൻഡ് പോളിനേഷനാ. കളർഫുൾ ഫ്ലവർ എവിടെ വേണ്ടത്? ഇൻസെക്റ്റിനെയൊക്കെ അട്രാക്ട് ചെയ്യാനാ, ഇൻസെക്ട് പോളിനേഷൻ. ഇങ്ങുള്ള ക്വസ്റ്റ്യനും വരാം. അടുത്ത ഡിഫറൻഷിയേറ്റ് ട്രൂ ആൻഡ് ഫോൾസ് ഫ്രൂട്ട്. എന്താ ട്രൂ ഫോൾസ് ഫ്രൂട്ട്? നമ്മൾ വ്യത്യാസം, ഓവറിൽ നിന്ന് മാത്രം ഉണ്ടാകുന്നതാ ട്രൂ ഫ്രൂട്ട്. പയറൊക്കെ, പീയൊക്കെ. എന്നാൽ ചില ഫ്രൂട്ടുകൾ ഓവറി അല്ലാതെ വേറെ ഭാഗത്തുനിന്ന് ഉണ്ടാകും, അതർ ദാൻ ഓവറി. ഓവറി അല്ലാതെ തലാമസ് ഒക്കെ വളർന്ന ഫ്രൂട്ട് ഉണ്ടാകാറുണ്ട്, പെഡിസിലൊക്കെ വളർന്ന ഫ്രൂട്ട് ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഓവറി അല്ലാത്ത ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഫ്രൂട്ടാണ് ഫോൾസ് ഫ്രൂട്ട്. എക്സാമ്പിൾ കാഷ്യൂ. എന്താ? കാഷ്യൂ, ആപ്പിള്, പിന്നെ ഏതാ? സ്ട്രോബെറി. കാശ് നോർത്താൽ മതി. കാഷ്യൂ, ആപ്പിള്, സ്ട്രോബെറി ഒക്കെ ഫോൾസ് ഫ്രൂട്ടാ. എന്താ ഫോൾസ് ഫ്രൂട്ട്? ഓവറി അല്ലാത്ത ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ഓവറി നിന്നുണ്ടായാൽ ട്രൂ ഫ്രൂട്ട്. എന്താണ് സാർ പാർത്തനോകാർപ്പി ഫ്രൂട്ട്? എക്സാമ്പിൾ, സാധാരണ ഫെർട്ടിലൈസേഷൻ നടന്ന ഫ്രൂട്ട് ഉണ്ടാകുക, ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഉണ്ടാകുന്ന ഫ്രൂട്ട് ഫോംഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഉണ്ടാകുന്ന ഫ്രൂട്ടിന്റെ പേരെന്താ സാറേ? ട്രൂ പാർത്തനോകാർപ്പി ഫ്രൂട്ട്. ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഉണ്ടാകുന്ന ഫ്രൂട്ടിന്റെ പേര് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. അങ്ങുള്ള ഫ്രൂട്ടിന് എക്സാമ്പിൾ ആണ് മക്കളെ ബനാന, പൈനാപ്പിൾ, അതൊക്കെ പാർത്തനോകാർപ്പിക് ഫ്രൂട്ടാ.
എങ്ങനെയാണ് എംബ്രിയോ വളരുക? അതിന്റെ സ്റ്റേജ് പറയാനാ ചോദിച്ചേക്കണത്. ആദ്യം മനസ്സിലാക്കേണ്ടത് സൈഗോട്ടി മക്കളെ എംബ്രിയോ ഉണ്ടാകുക. സൈഗോട്ട് ആദ്യം പ്രോ എംബ്രിയോ ആകും, അത് പിന്നെ ഗ്ലോബുലാർ എംബ്രിയോ ആകും, പിന്നെ ഹാർട്ട് ഷേപ്പ്ഡ് എംബ്രിയോ ആകും, പിന്നെയാണ് നമ്മുടെ മെച്യൂർ എംബ്രിയോ ആകുക. ഈ സ്റ്റെപ്പ് ഓർത്ത് വെച്ചോ. സൈഗോട്ട്, പ്രോ എംബ്രിയോ, ഗ്ലോബുലാർ എംബ്രിയോ, ഹാർട്ട് ഷേപ്പ്ഡ് എംബ്രിയോ, മെച്യൂർ എംബ്രിയോ. ഇത്രയാണ് മക്കളെ എവിടെ നിന്നുള്ളത് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യങ്ങൾ. പിന്നെ ഇവിടെ ചോദിക്കാറുണ്ട് ഏതാ? ഡബിൾ ഫെർട്ടിലൈസേഷൻ. ഡബിൾ ഫെർട്ടിലൈസേഷനിലെ 2 സ്റ്റെപ്പുകൾ ഓർത്ത് വെച്ചോ. ഒന്ന് സിംഗമി, രണ്ടാമത്തെ ഏതാ? ട്രിപ്പിൾ ഫ്യൂഷൻ. സിംഗമിയും ട്രിപ്പിൾ ഫ്യൂഷനും ചേർന്നാൽ എന്തായി? ഡബിൾ ഫെർട്ടിലൈസേഷൻ ആയി. സിംഗമി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? മെയിൽ ഗമേറ്റ് എഗ്ഗുമായി കൂടിച്ചേർന്ന് എന്തുണ്ടാകുക? സൈഗോട്ട് ഉണ്ടാകുക. അതാണ് സിംഗമി. അല്ലെങ്കിൽ മെയിൽ ഗമേറ്റ് പോളാർ ന്യൂക്ലിയ ഉണ്ട്, സെൻട്രൽ സെല്ലിലെ ന്യൂക്ലിയസാ, അതുമായി ചേർന്നിട്ട് പ്രൈമറി എൻഡോസ്പെം ന്യൂക്ലിയസ് ആകും. അതാണ് ട്രിപ്പിൾ ഫ്യൂഷൻ. മെയിൽ ഗമേറ്റും എഗ്ഗും കൂടി ചേർന്ന് സൈഗോട്ട് ഉണ്ടായാൽ സിംഗമി, മെയിൽ ഗമേറ്റ് പോളാർ ന്യൂക്ലിയം കൂടി ചേർന്ന് പെണ്ണുണ്ടായാൽ ട്രിപ്പിൾ ഫ്യൂഷൻ. സൈഗോട്ട് ഡിപ്ലോയിഡ് ആണ്, പെന്ന് പ്രൈമറി എൻഡോസ്പെം ന്യൂക്ലിയസ് ട്രിപ്ലോയിഡ്. വെരി കിങ്ങിണി. ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കും. സൈഗോട്ടിന്റെ പ്ലോയിഡ് 2N, പെന്നിന്റെ പ്ലോയിഡ് എന്താ? 3N. അടുത്ത നോക്കി ചോദിക്കും മക്കളെ. ഓക്സാലിസ് ഉണ്ട്, കൊമലിന, ഓക്സാലിസ്, കൊമലിന, വയോള, ഈ 3 ചെടികൾ 2 ടൈപ്പ് ഫ്ലവർ ഉണ്ടാക്കും. ഒരു ടൈപ്പ് ഫ്ലവർ എപ്പോഴും അടഞ്ഞായിരിക്കുക, ഒരു ടൈപ്പ് ഫ്ലവർ എപ്പോഴും ഓപ്പൺ ആണ്. അടഞ്ഞിരിക്കുന്ന ഫ്ലവറിന്റെ പേരാണ് ക്ലീസ്റ്റോഗാമസ് ഫ്ലവർ. തുറന്നിരിക്കുന്ന ഫ്ലവറിന്റെ പേരാണ് ചാസ്മോഗാമസ് ഫ്ലവർ. ഇത് ഓർത്ത് വെച്ചോ. ഓക്സാലിസ്, വയോള, കൊമലിന, ഈ 3 ചെടികൾ 2 ടൈപ്പ് ഫ്ലവർ ഉണ്ടാക്കും. തുറന്നിരിക്കുന്നവൻ ചാസ്മോഗാമസ് ഫ്ലവർ, അടഞ്ഞിരിക്കുന്നവൻ ക്ലീസ്റ്റോഗാമസ് ഫ്ലവർ. അടഞ്ഞിരിക്കുന്നവയിലാണ് കൂടുതൽ എന്ത് നടക്കുക? കൂടുതൽ എന്ത് നടക്കാന്നറിയാമോ? കൂടുതൽ സെൽ പോളിനേഷൻ നടക്കുക. അടഞ്ഞിരിക്കുന്ന ഫ്ലവറിൽ പോളൻ ഗ്രെയിൻ വെളിയിൽ പോകൂല, അപ്പൊ അതിന്റെ തന്നെ സിഗ്മയിൽ വീണ് എപ്പോഴും സെൽ പോളിനേഷൻ നടക്കും. അടഞ്ഞിരിക്കുന്ന ക്ലീസ്റ്റോഗാമസ് ഫ്ലവറിലാണ് കൂടുതൽ സെൽ പോളിനേഷൻ നടക്കുക ചാസ്മോഗാമസിനേക്കാൾ. ഇത്രയാണ് അവിടെ കൂടുതലുള്ളത്. പിന്നെ അപ്പോമിക്സിസ് അതൊക്കെ ഉണ്ട്. അപ്പോമിക്സിസ്, പോളി എംബ്രിയോണി, പെരിസ്പേം, അതൊക്കെ നമുക്ക് ലൈവിലൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അടുത്ത ബയോടെക്നോളജി. ബയോടെക്നോളജി ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കില്ല എപ്പോഴും. കോർ ടെക്നിക്ക് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ബയോടെക്നോളജി എന്താ? ജനറ്റിക് എഞ്ചിനീയറിംഗ്, ബയോ പ്രോസസ്സിംഗ് എഞ്ചിനീയറിംഗ്. ജനറ്റിക് എഞ്ചിനീയറിംഗ്, ബയോ പ്രോസസ്സിംഗ് എഞ്ചിനീയറിംഗ്, ഇതാണ് ബയോടെക്നോളജിന്റെ കോർ പ്രിൻസിപ്പിൾ. ആദ്യമായിട്ട് DNA ഉണ്ടാക്കിയ സയന്റിസ്റ്റുകൾ ആരാ? അതാണ് ഒരു വട്ടം 1 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യനാ. സ്റ്റാൻലി കോഗൻ ആൻഡ് എർബർട്ട് ബോയർ. സ്റ്റാൻലി കോഗൻ ആൻഡ് ബോയർ എന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ഓർത്ത് വെക്കണം. സ്റ്റാൻലി കോഗനും എർബർട്ട് ബോയറുമാണ് ആദ്യമായിട്ട് DNA ഉണ്ടാക്കിയത്. അടുത്ത ചോദ്യം ചോദിക്കാം. സ്റ്റെപ്സ് ഇൻ ഐസൊലേഷൻ ഓഫ് DNA ഫ്രം സെൽ. ഒരു സെല്ലിൽ നിന്ന് എങ്ങനെ DNA പുറത്ത് എടുക്കാം, പുറത്ത് ഐസൊലേറ്റ് ചെയ്യാം? സിമ്പിളാ സാർ. സെല്ലിന്റെ ഏറ്റവും പുറത്തെ ലെയർ ആരാ? സെൽ വോൾ. ആദ്യം സെൽ വോൾ എൻസൈം വെച്ച് നശിപ്പിക്കണം. ഏതൊക്കെ എൻസൈം ഉപയോഗിക്കാം? ബാക്ടീരിയകളാണെങ്കിൽ ലൈസോസൈം എൻസൈം ഉപയോഗിക്കാം, പ്ലാന്റുകളാണെങ്കിൽ സെല്ലുലൈസ് എൻസൈം ഉപയോഗിക്കാം, ഫംഗസുകളാണെങ്കിൽ കൈറ്റിനൈസ് എൻസൈം ഉപയോഗിക്കാം. ഇതിലേതെങ്കിലും എൻസൈം ഉപയോഗിച്ച് സെൽ വോൾ പൊട്ടിക്കുക. അത് ഓരോരോ സെൽ വേണം കേട്ടോ. ബാക്ടീരിയ ആണെങ്കിലേ ലൈസോസൈം ഉപയോഗിക്കാവൂ, പ്ലാന്റ് ആണെങ്കിലേ സെല്ലുലൈസ് പറ്റൂ, ഫംഗസ് ആണെങ്കിലേ കൈറ്റിനൈസ് പറ്റൂ. സെൽ മെമ്മറൈൻ പൊട്ടിക്കണമെങ്കിൽ എല്ലായിടത്തും ഒരേ എൻസൈം ഉപയോഗിക്കുക, ലിപ്പേസസ്. ലിപ്പേസസ് വെച്ച് സെൽ മെമ്മറൈൻ പൊട്ടിക്കാം. പ്രോട്ടിയേസസ് എൻസൈം വെച്ച് പ്രോട്ടീൻ പൊട്ടിക്കാം. RNase എൻസൈം വെച്ച് RNA പൊട്ടിക്കാം. ഈ 4 പേരെ പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആര് മാത്രമായി? DNA മാത്രമായി. ഈ DNA നമുക്ക് വേർതിരിക്കാം. ഈ പുറത്തെടുത്ത DNA ചുരുണ്ടിട്ടാ കാണുക. ഈ ചുരുണ്ട DNA നിവർന്ന് കിട്ടാൻ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? ചിൽഡ് എഥനോൾ. ചുരുണ്ട DNA നിവർന്ന് കിട്ടാൻ തണുത്ത എഥനോൾ ആഡ് ചെയ്യണം. തണുത്ത എഥനോൾ കിട്ടിയാൽ നിവർന്നിട്ടാകും. ഈ നിവർന്ന DNA നമ്മൾ പുറത്തേക്ക് എടുക്കും, പുറത്തേക്ക് സെപ്പറേറ്റ് ചെയ്യും. അതിൻ്റെ പേരാണ് സ്പൂളിങ്. പുറത്തെടുത്ത DNA ചുരുണ്ടിട്ടാണ് തണുത്ത എഥനോൾ, ചിൽഡ് എഥനോൾ ഉപയോഗിച്ച് നേരെയാക്കണം. നേരെയാക്കിയ ശേഷം നമ്മൾ വേർതിരിക്കും. അതിൻ്റെ പേരാണ് സാർ സ്പൂളിങ് എന്ന് പറഞ്ഞാൽ. സ്പൂളിങ് എന്ന് പറഞ്ഞാൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. ഡിഫറൻഷിയേറ്റ് എക്സോ ന്യൂക്ലിയസസ് ആൻഡ് എൻഡോ ന്യൂക്ലിയസസ്. ഒരു DNA അറ്റത്ത് കട്ട് ചെയ്യുക, അറ്റത്ത് കട്ട് ചെയ്യുക, കട്ട് അറ്റ് എൻഡിൽ കട്ട് ചെയ്താൽ എക്സോ ന്യൂക്ലിയസസ്. ഒരു DNA ഉള്ളിൽ വിത്തിൻ DNA ഉള്ളിൽ കട്ട് ചെയ്താൽ എന്താ? എൻഡോ ന്യൂക്ലിയസസ്. സാറേ ഒരു DNA അറ്റത്താണെങ്കിൽ എക്സോ, ഉള്ളിലാണെങ്കിലോ എൻഡോ ന്യൂക്ലിയസസ് എന്നാ വിളിക്കാം. എക്സോ ന്യൂക്ലിയസസ് ഉണ്ട്, എൻഡോ ന്യൂക്ലിയസസ് ഉണ്ട്.
അടുത്ത അഗറോഷ്യൽ ഇലക്ട്രോഫോറസിസ്, ഏജ് എന്ന് പറഞ്ഞാൽ അഗറോഷ്യൽ ഇലക്ട്രോഫോറസിസ്. എങ്ങനെ DNA കഷ്ണങ്ങളെ കാണാൻ പറ്റും, വിഷ്വലൈസ് ചെയ്യാൻ പറ്റും? DNA കഷ്ണങ്ങൾ ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ പരന്ന് കിടക്കും. ചെറിയ കഷ്ണങ്ങൾ ഫ്രണ്ടിൽ, വലിയ കഷ്ണങ്ങൾ ബാക്കിൽ, ഓടാൻ പറ്റൂലല്ലോ. ഈ പരന്ന് കിടക്കുന്ന കഷ്ണങ്ങളെ, ഫ്രാഗ്മെന്റ്സുകളെ എങ്ങനെ കാണാൻ പറ്റും? കാണണമെങ്കിൽ ആദ്യം ആ മീഡിയത്തിലേക്ക്, DNA-കളിലേക്ക് എന്തൊഴിക്കണം? എഥിഡിയം ബ്രോമൈഡ് ഒഴിക്കണം. എന്നിട്ട് എന്തടിക്കണം? UV ലൈറ്റ് അടിക്കണം. എഥിഡിയം ബ്രോമൈഡ് മീഡിയത്തിൽ ഒഴിക്കുക, എന്നിട്ട് UV ലൈറ്റ് അടിക്കുക. അപ്പോൾ ഓരോ കഷ്ണങ്ങളും ഏത് കളറിലാണ് കാണാമെന്നറിയാമോ? ബ്രൈറ്റ് ഓറഞ്ച് കളർ. ഏത് കളറിലാണ് കാണുക? ബ്രൈറ്റ് ഓറഞ്ച് കളറിൽ കാണും. ഓരോ കഷ്ണങ്ങളും നല്ല ഓറഞ്ച് കളറിൽ കാണാൻ പറ്റും. ബ്രൈറ്റ് ഓറഞ്ച് കളറിൽ കാണാൻ പറ്റും. അടുത്ത സ്റ്റെപ്സ് ഇൻ PCR, പോളിമറൈസേഷൻ റിയാക്ഷൻ PCR. അതിലെ സ്റ്റെപ്പ് ഏതൊക്കെ? DAE, ഡിനാച്ചുറേഷൻ, അനലിംഗ്, എക്സ്റ്റൻഷൻ. ഇത് മൂന്നും ആ PCR-ലെ സ്റ്റെപ്പുകൾ. PCR-ൽ ഉപയോഗിക്കുന്ന തെർമോസ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ എന്താ? തെർമോ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ എത്ര കൊടുത്താലും സ്റ്റേബിൾ ആയിട്ടിരിക്കുന്നവർ. തെർമോസ്റ്റേബിൾ എന്ന് പറയാൻ എന്താ? ടെമ്പറേച്ചർ എത്ര കൊടുത്താലും സ്റ്റേബിൾ ആണ്. ടെമ്പറേച്ചർ എത്ര കൊടുത്താലും അവർക്ക് ഒന്നും പറ്റൂല. എത്ര കൊടുത്താലും ഒന്നും പറ്റാത്ത എൻസൈം ടോക്ക് പോളിമറൈസ് എന്നും വിളിക്കാം. ടാക് പോളിമറൈസ് വേർതിരിക്കുന്ന ബാക്ടീരിയ ഏതാ? ദർമസ് അക്വാട്ടിക്കസ്. അടുത്താണ് മക്കളെ, ഒരു വെക്ടറിന് വേണ്ട പ്രോപ്പർട്ടികൾ എന്തൊക്കെയാണ്? ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, സെലക്റ്റബിൾ മാർക്കർ വേണം, ക്ലോണിംഗ് സൈറ്റ്, അവരെ മുറിക്കാൻ ഒരുപാട് സൈറ്റ് വേണം എൻസൈമിന്റെ. ആ സൈറ്റിന്റെ പേര് ക്ലോണിംഗ് സൈറ്റ്. കോപ്പി നമ്പർ വേണം. ഒരു സെല്ലിൽ അവരെ ഇട്ടാൽ അവരെത്ര കോപ്പി ആകണം, അതാണ് കോപ്പി നമ്പർ. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, സെലക്റ്റബിൾ മാർക്കർ, ക്ലോണിംഗ് സൈറ്റ്, കോപ്പി നമ്പർ. ഇങ്ങനെ ചോദിക്കുക, വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഐഡിയൽ വെക്ടർ? ഐഡിയൽ വെക്ടറിന്റെ പ്രോപ്പർട്ടി എന്തൊക്കെയാ? അടുത്തത് എക്സാമ്പിൾസ് ഓഫ് ഡിസാമിഡ് പത്തോജൻ വെക്ടർ. എന്താ ഡിസാമിഡ് എന്ന് പറഞ്ഞാൽ? ഒരാൾ രോഗം ഉണ്ടാക്കുന്ന ആളായിരുന്നു എന്നിരിക്കട്ടെ, അയാളുടെ രോഗം ഉണ്ടാക്കാനുള്ള കഴിവിനെ നമ്മൾ അങ്ങ് നശിപ്പിച്ചു. എന്നിട്ട് ആളുടെ കയ്യിൽ നമ്മുടെ ജീനെ കൊടുത്തു വിട്ടു, മോനെ ആ സെല്ലിൽ കൊണ്ടിട്. അതാണ് ഡിസാമിഡ്. ആമിഡ് എന്ന് പറഞ്ഞാൽ രോഗം ഉണ്ടാക്കും. ഡിസ്ആമിഡ് എന്ന് പറഞ്ഞാലോ രോഗം ഉണ്ടാക്കാനുള്ള കഴിവില്ല, എന്നിട്ട് നമ്മളൊരു സാധനം കൊടുത്തു അവൻ്റെ കയ്യിൽ, അവൻ നമ്മൾ പറഞ്ഞ അനുസരിച്ച് ആ സെല്ലിനെ ആ ജീനെ ആ സെല്ലിൽ കൊണ്ടിടും. അപ്പൊ എന്താ ഡിസാമിഡ് എന്ന് പറഞ്ഞാൽ? സാറേ, രോഗമുണ്ടാക്കുന്ന ആൾക്കാരുടെ രോഗമുണ്ടാക്കാനുള്ള കഴിവ് നമ്മൾ നശിപ്പിച്ചു, എന്നിട്ട് അവന്റെ കയ്യിൽ നമ്മുടെ ഡിസേബിൾ ജീനെ കൊടുത്തു. അവൻ എന്നിട്ട് നമ്മുടെ സെല്ലിൽ കൊണ്ടങ്ങിട്ടോളും. അവനെ വെക്ടറായിട്ട് ഉപയോഗിക്കാം. സെല്ലിൽ കൊണ്ട് ജീനെ ഇടുന്നവരാണ് വെക്ടർ. അങ്ങനെയുള്ള ഡിസാമിഡ് പത്തോജൻ വെക്ടറാണ് റിട്രോവൈറസ്. സാധാരണ ആനിമൽ സെല്ലിൽ രോഗം ഉണ്ടാക്കുന്ന ആളാ. ഈ റിട്രോവൈറസിനെ രോഗം ഉണ്ടാക്കാനുള്ള കഴിവ് നമ്മൾ കളഞ്ഞു, എന്നിട്ട് റിട്രോവൈറസിന് നമ്മുടെ ജീനെ കൊടുത്തു. അപ്പൊ റിട്രോവൈറസ് നേരെ ആനിമൽസിൽ കൊണ്ടുപോയിട്ട് ഈ ജീനെ കൊണ്ടിട്ടോളും. ഇനി വേറൊരാളാണ് അഗ്രോബാക്ടീരിയം. ഇതേപോലെ പ്ലാന്റിൽ രോഗം ഉണ്ടാക്കുന്ന ആളാ. ഈ അഗ്രോബാക്ടീരിയ എന്ന് പറഞ്ഞ ബാക്ടീരിയന്റെ രോഗം ഉണ്ടാക്കാനുള്ള കഴിവിനെ നമ്മൾ കളഞ്ഞു, എന്നിട്ട് നമ്മുടെ ജീനെ അവർക്ക് കൊടുത്തു. അവർ നേരെ പ്ലാന്റിൽ കൊണ്ടിടും. റിട്രോവൈറസ് ആനിമൽ സെല്ലിലാ ജീനെ കൊണ്ടിടുക, അഗ്രോബാക്ടീരിയം പ്ലാന്റ് സെല്ലിലാ കൊണ്ടിടുക. അഗ്രോബാക്ടീരിയത്തിന്റെ ഉള്ളിൽ ഒരു പ്ലാസ്മിഡ് ഉണ്ട്, അതിന്റെ പേരാ ട്യൂമർ ഇൻഡ്യൂസിങ് TI പ്ലാസ്മിഡ് എന്ന് വിളിക്കുക. അപ്പൊ ഡിസാമിഡ് പത്തോജൻ വെക്ടർ എന്താ? രോഗം ഉണ്ടാക്കുന്ന ആൾക്കാരെ രോഗം കളഞ്ഞിട്ട് അവരുടെ അമ്പും വില്ലും പരിചയമൊക്കെ താഴെ വെച്ചിട്ട് ജീനെ കൊടുത്തു, ജീനെ കൊണ്ടിടുവര്. ഓക്കെ, റിട്രോവൈറസ് ആനിമൽ സെല്ലിൽ കൊണ്ടിടും, അഗ്രോബാക്ടീരിയം പ്ലാന്റ് സെല്ലിലാണ് കൊണ്ടിടുക. ഓക്കെ, എക്സ്പ്ലെയിൻ മൈക്രോ ഇഞ്ചക്ഷൻ ആൻഡ് ജീൻ ഗൺ. എന്താ മൈക്രോ ഇഞ്ചക്ഷൻ? സാർ, ഇതൊരു ആനിമൽ സെല്ലിലേക്ക് ജീനെ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലൊരു നീഡിലെടുക്കാം, സൂചി എടുക്കാം. ഈ സൂചിന്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് വെക്കണം? നിങ്ങളുടെ ജീനിനെ വെക്കണം. എന്നിട്ട് സൂചി ഞെക്കുമ്പം നേരെ എന്തു ചെയ്യും? ഈ DNA നേരെ ആനിമൽ സെല്ലിന്റെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എത്തും. അപ്പൊ നോക്ക് സാർ, ആനിമൽ സെല്ലിലേക്ക് ജീനെ കൊടുക്കാനാണ് മൈക്രോ ഇഞ്ചക്ഷൻ ഉപയോഗിക്കുക. നേരെ നീഡിലെടുത്തു, നീഡിന്റെ ഉള്ളിൽ ജീനുണ്ട്, പ്രസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആ ജീന് നേരെ ഉള്ളിൽ ചെല്ലും. എങ്ങോട്ടേക്ക്? ആനിമൽ സെല്ലിന്റെ ന്യൂക്ലിയസിലേക്ക് ചെല്ലും. നിങ്ങൾ എങ്ങനെ എഴുതണം? Here in micro injection, a needle is used for transferring gene into animal cell. ജീൻ ഗൺ അങ്ങനെയല്ല. ജീൻ ഗണ്ണിന്റെ വേറൊരു പേരുണ്ട് മക്കളെ, അതോടെ ഓർത്ത് വെച്ചോ. ബയോലിസ്റ്റിക്സ് എന്നാ വിളിക്കുക. ബയോലിസ്റ്റിക്സ്. എന്താ ജീൻ ഗണ്ണ്? ജീൻ ഗണ്ണില് ജീൻ കൊടുക്കാൻ ഉപയോഗിക്കുന്നത് പ്ലാന്റ് സെല്ലിലേക്കാ. ആനിമൽ സെല്ലിലേക്ക് ജീനെ കൊടുക്കാനാ മൈക്രോ ഇഞ്ചക്ഷൻ ഉപയോഗിക്കുക. പ്ലാന്റ് സെല്ലിലേക്ക് ജീനെ കൊടുക്കാനാ ജീൻ ഗൺ ഉപയോഗിക്കുക. ഇതാണ് മക്കളെ ഒരു തോക്ക്.
ഈ തോക്കിൻ്റെ ഉള്ളിൽ ഒരു ഉണ്ടയുണ്ട്. ആ ബുള്ളറ്റ് ഏത് വെച്ചൊക്കെ ഉണ്ടാക്കിയേക്കണേ? ഗോൾഡ് അല്ലെങ്കിൽ ടങ്സ്റ്റൻ. ഗോൾഡ് അല്ലെങ്കിൽ ടങ്സ്റ്റൻ വെച്ച് ഉണ്ടാക്കിയ ബുള്ളറ്റ് ഉള്ളൊരു തോക്കുണ്ട്. ഈ ബുള്ളറ്റിൻ്റെ മുകളിൽ നമ്മൾ എന്തിനെ കൊടുത്തു? എന്തിനെ കവർ ചെയ്യുന്നറിയാമോ? നമ്മുടെ DNA കവർ ചെയ്ത് വെച്ചു. എപ്പോഴാണോ നമ്മൾ ഷൂട്ട് ചെയ്യുക, അപ്പം ഈ ബുള്ളറ്റ് നേരെ ഈ പ്ലാന്റ് സെല്ലിൻ്റെ ഉള്ളിലേക്ക് എത്തും. ബുള്ളറ്റ് പ്ലാന്റ് സെല്ലിൻ്റെ ഉള്ളിലെത്തിയപ്പം നമ്മൾ അതിൻ്റെ മുകളിൽ പൂശിയ, അതിൻ്റെ മുകളിൽ ചുരുട്ടി വെച്ച DNA ആ പ്ലാന്റ് സെല്ലിൻ്റെ ഉള്ളിലെത്തും. മനസ്സിലായോ? ഒരു തോക്കുണ്ട്, ഒരു ബുള്ളറ്റ് ഉണ്ട്. ബുള്ളറ്റ് എന്ത് വെച്ചാൽ ഉണ്ടാക്കിയേക്കണേ? ഗോൾഡ് അല്ലെങ്കിൽ ടങ്സ്റ്റൻ. ആ ബുള്ളറ്റിന് മുകളിൽ DNA കവർ ചെയ്യാം. നേരെ ഷൂട്ട് ചെയ്യുമ്പോൾ ബുള്ളറ്റ് നേരെ പ്ലാന്റ് സെല്ലിൻ്റെ ഉള്ളിലെത്തും. ബുള്ളറ്റ് എത്തുമ്പോൾ അതിൽ കവർ ചെയ്ത DNAയും എവിടെ എത്തും? പ്ലാന്റ് സെല്ലിൻ്റെ ഉള്ളിലെത്തും. അപ്പോൾ ഇവിടെ എത്ര ഓർക്കണം? ഹിയർ എ ബുള്ളറ്റ് ഈസ് യൂസ്ഡ് which is made up of gold or tungsten. The DNA is covered over the bullet and directed into plant cell. And the DNA is reached into the plant cell. നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ അങ്ങ് എഴുതി വെച്ചാൽ മതി. ഇത്ര ഓർക്കണം. മൈക്രോ ഇഞ്ചക്ഷൻ ആനിമൽ സെല്ലിലേക്ക് ജീനെ കൊടുക്കാനാ, ജീൻ കണ്ണ് പ്ലാന്റ് സെല്ലിലേക്ക് കൊടുക്കാനാ. ഇവിടെ നീഡില ഉപയോഗിക്കുക. ഇവിടെ ഗോൾഡ് അല്ലെങ്കിൽ ടങ്സ്റ്റൻ വെച്ച് ഉണ്ടാക്കിയ ബുള്ളറ്റ് മെറ്റീരിയലാണ് ഉപയോഗിക്കുക. ഇനി അടുത്ത് എന്താ സാർ? ഇൻസെക്ഷണൽ ഇനാക്ടിവേഷൻ. എന്താ ഇൻസെക്ഷണൽ ഇനാക്ടിവേഷൻ? ഒരു ജീൻ നോർമലായിട്ട് പ്രവർത്തിക്കാന്നിരിക്കട്ടെ, ആ ജീനെ പൊട്ടിച്ച് ആ ജീൻ്റെ സ്ഥാനത്ത് വേറൊരു ജീൻ കയറ്റിവെച്ചാൽ നമ്മൾ ഏത് ജീനെയാണോ പൊട്ടിച്ചത് നേരത്തെ, അത് പിന്നെ പ്രവർത്തിക്കാതാകും. ഒരു ജീനെ പൊട്ടിച്ച് വേറൊരു ജീൻ കയറ്റിവെച്ചാൽ അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ജീൻ പിന്നെ പ്രവർത്തിക്കില്ല. ഒരു ജീനെ മുറിച്ചിട്ട് അവിടെ വേറൊരു ജീനെ കയറ്റിവെച്ചാൽ അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ജീൻ പിന്നെ പ്രവർത്തിക്കാതെയാകും. അതാണ് ഇൻസെക്ഷണൽ ഇനാക്ടിവേഷൻ. ഒരു ജീൻ ഇൻസേർട്ട് ചെയ്തപ്പം, ഒരു ജീൻ കയറ്റി വെച്ചപ്പം അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ജീൻ ഇനാക്റ്റീവ് ആകാം. കയറ്റി വെക്കുന്ന ജീൻ അല്ല കേട്ടോ ഇനാക്റ്റീവ് ആകാം. ആ കയറ്റി വെച്ചപ്പം നമ്മൾ ഏത് ജീനാണോ അവിടുത്തെ പൊട്ടിച്ചത് അതാണ് ഇനാക്റ്റീവ് ആകാം. ഏത് ജീനാണോ അവിടെ ഉണ്ടായിരുന്നത് അതാണ് ഇനാക്റ്റീവ് ആകാം. എന്താ ഇൻസെക്ഷണൽ ഇനാക്ടിവേഷൻ സാറേ? ഇനാക്ടിവേഷൻ ഓഫ് എ ജീൻ ബൈ ഇൻസെക്ഷൻ ഓഫ് അനദർ ജീൻ. ഇതാണ് ഒരു പ്ലാസ്മിഡ് ആണ് കേട്ടോ. ഈ പ്ലാസ്മിഡിൽ ഇവിടെ ഒരു ജീൻ ഉണ്ട്. ഈ ജീൻ എന്തിനാണെന്നറിയാമോ? ടെട്രാസൈക്ലിംഗ് റെസിസ്റ്റൻസ് കൊടുക്കുന്ന ജീന. ഈ ജീൻ നോർമലി അവിടെ നിന്ന് പ്രവർത്തിക്കുക. ഈ ജീനെ പൊട്ടിച്ചിട്ട് നമ്മൾ അവിടെ ആരെ കയറ്റി വെച്ചു? ഡിസേബിൾ ജീനെ കയറ്റി വെച്ചെന്നിരിക്കട്ടെ. ടെട്രാസൈക്ലിംഗ് റെസിസ്റ്റന്റ് ജീൻ പ്രവർത്തിച്ചിടത്ത് അതിനെ പൊട്ടിച്ചിട്ട് നമ്മൾ ഡിസേബിൾ ജീനെ അവിടെ കയറ്റി വെച്ചു. ഇനി എന്ത് ചെയ്യില്ല? ടെട്രാസൈക്ലിംഗ് റെസിസ്റ്റന്റ് ജീൻ പ്രവർത്തിക്കില്ല. കാരണം അതിനെ പൊട്ടിച്ചിട്ടല്ലേ ഡിസേബിൾ ജീനെ കയറ്റി വെച്ചേ. ഒരു ജീനെ പൊട്ടിച്ച് വേറെ ജീൻ കയറ്റി വെച്ചാൽ ആ പൊട്ടിക്കപ്പെട്ട ജീൻ എന്ത് ചെയ്യില്ല? പ്രവർത്തിക്കാതെ ആകും. അതാണ് ഇൻസെക്ഷണൽ ഇനാക്ടിവേഷൻ. ഒരു ജീൻ കയറ്റിവെക്കുമ്പോൾ അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ജീൻ ഇനാക്റ്റീവ് ആകുന്നു. മനസ്സിലായോ മക്കളെ? മനസ്സിലായി സാറേ? എന്നാ കേട്ടോ. ഇതാണ് മക്കളെ ഒരു പ്ലാസ്മിഡ്. ആ പ്ലാസ്മിഡിൽ ഇവിടെ ഒരു ജീൻ ഉണ്ട്. ആ ജീൻ്റെ പേരാണ് ബീറ്റാ ഗാലക്ടോസിഡേസ് ജീൻ. ആ ജീൻ്റെ പേരെന്താ മക്കളെ? ബീറ്റാ ഗാലക്ടോസിഡേസ് ജീൻ എന്ന് വിളിക്കുക. ഈ ജീൻ പ്രവർത്തിക്കുമ്പോൾ, ഈ ജീൻ ഉണ്ടല്ലോ, ഈ ജീൻ പ്രവർത്തിക്കുമ്പോഴാണ് സെല്ലുകൾ ഏത് കളറിൽ കാണുക? ബ്ലൂ കളറിൽ കാണുക എന്നിരിക്കട്ടെ. ഓക്കെ, എൻ്റെ ഒരു പ്ലാസ്മിഡ് ഉണ്ട്. പ്ലാസ്മിഡ് എവിടെ കാണുക? പ്ലാസ്മിഡ് ഏതിൻ്റെ ഉള്ളിലാണ് കാണുക? ബാക്ടീരിയ സെല്ലിൻ്റെ ഉള്ളിലാണ് പ്ലാസ്മിഡ് കാണുക. ഈ ബാക്ടീരിയ സെല്ലിൻ്റെ ഉള്ളിൽ ഇതാണ് ബാക്ടീരിയ സെൽ. ബാക്ടീരിയ സെല്ലിൻ്റെ ഉള്ളിൽ പ്ലാസ്മിഡ് ഉണ്ട്. ആ പ്ലാസ്മിഡിൽ ബീറ്റാ ഗാലക്ടോസിഡേസ് ജീൻ ഉണ്ട്. ഈ ജീൻ പ്രവർത്തിക്കുന്ന കാരണമാണ് ഈ ബാക്ടീരിയ സെല്ല് ഏത് കളറിൽ കാണുന്നത്? ബ്ലൂ കളറിൽ കാണുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? ഈ പ്ലാസ്മിഡിൻ്റെ ബീറ്റാ ഗാലക്ടോസിഡേസ് ജീൻ അങ്ങ് പൊട്ടിച്ചിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്തു? അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? അവിടെ നമ്മൾ വേറൊരു ജീനെ കയറ്റി വെച്ചു. ആ ബീറ്റാ ഗാലക്ടോസിഡേസ് ജീൻ ഇതാണല്ലോ. ഈ ബീറ്റാ ഗാലക്ടോസിഡേസ് ജീൻ അങ്ങ് പൊട്ടിച്ചിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്തു? വേറൊരു ജീനെ കയറ്റി വെച്ചു. വേറൊരു ജീനെ അതിൻ്റെ സ്ഥാനത്ത് കയറ്റി വെച്ചത് കൊണ്ട് ഇനി ബീറ്റാ ഗാലക്ടോസിഡേസ് ജീൻ പ്രവർത്തിക്കില്ല. ബീറ്റാ ഗാലക്ടോസിഡേസ് ജീൻ ആദ്യം നല്ലപോലെ പ്രവർത്തിച്ച ആളാ. അവിടെ വേറൊരു ജീനെ കയറ്റി വെച്ച കാരണം അതിനെ പ്രവർത്തിക്കാതെയാകും. അപ്പം ഇതിരിക്കുന്ന സെല്ലുകൾക്ക് ബ്ലൂ കളറിൽ കിട്ടില്ല. ബ്ലൂ കളറിൽ ഒന്നുമില്ല, ഒരു കളറും ഇല്ലാതാകും. ഒരു കളറും ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് വൈറ്റ് കളറിലല്ലേ കാണുക? വൈറ്റ് കളറിലാണ് കാണുക. അപ്പൊ നോക്ക്, ബീറ്റാ ഗാലക്ടോസിഡേസ് ജീനുള്ള ഒരു പ്ലാസ്മിഡ് ഉണ്ട്. ആ പ്ലാസ്മിഡ് ഒരു ബാക്ടീരിയ സെല്ലിൻ്റെ ഉള്ളിലാണ്. ബീറ്റാ ഗാലക്ടോസിഡേസ് ജീൻ ഉള്ളത് കൊണ്ട് തന്നെ ആ ബാക്ടീരിയ സെല്ല് ബ്ലൂ കളറിലാണ് കാണുക. എന്നാൽ ആ ബീറ്റാ ഗാലക്ടോസിഡേസ് ജീൻ്റെ സൈറ്റിൽ വേറൊരു ജീൻ കയറ്റി വെച്ച കാരണം ഇനി ബീറ്റാ ഗാലക്ടോസിഡേസ് ജീൻ പ്രവർത്തിക്കാതെയായി. അതുകൊണ്ട് ഈ പ്ലാസ്മിഡ് ഏത് ബാക്ടീരിയൻ്റെ ഉള്ളിലാണോ ഇരിക്കുന്നത് ആ ബാക്ടീരിയ വൈറ്റ് കളറിലാണ് കാണുക. ഇതാണ് ബ്ലൂ വൈറ്റ് സെലക്ഷൻ എന്നാ വിളിക്കുക. ബ്ലൂ വൈറ്റ് സെലക്ഷൻ. പ്ലാസ്മിഡ് മാത്രം ഉള്ളെങ്കിൽ അത് ബ്ലൂ കളറിൽ കാണും. പ്ലാസ്മിഡ് മാത്രമല്ലല്ലോ ഇവിടെ ഇപ്പോൾ ഡിസേബിൾ ജീനോടെ വന്നില്ലേ? പ്ലാസ്മിഡ് ഡിസേബിൾ ജീനെ ഒരുമിച്ച് നമ്മൾ RDNA എന്നാ വിളിക്കുക. RDNA ഉള്ള സെല്ലുകൾ വൈറ്റ് കളറിലാണ് കാണുക. പ്ലാസ്മിഡ് മാത്രമുള്ളത് ബ്ലൂ കളറിലാണ് കാണുക.
അടുത്ത എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന ക്വസ്റ്റ്യനാ, ഹൗ ടു മേക്ക് എ ബാക്ടീരിയ സെൽ കോമ്പിറ്റന്റ്. എങ്ങനെയാണ് ഒരു ബാക്ടീരിയ സെല്ലിനെ കോമ്പിറ്റന്റ് ആക്കുക? ഇതൊരു ബാക്ടീരിയ സെല്ലാന്നിരിക്കട്ടെ മക്കളെ, ഇത് ആ DNA ഉടനെ സ്വീകരിക്കില്ല. ഒരു ബാക്ടീരിയ സെൽ ഉടനെ ആ DNA സ്വീകരിക്കില്ല. ചില മന്ത്രവും തന്ത്രവും മായാജാലങ്ങളൊക്കെ ചെയ്യണം. മന്ത്രവും തന്ത്രവും മായാജാലങ്ങളൊക്കെ ചെയ്താലേ ഈ ബാക്ടീരിയ സെൽ ആ DNA സ്വീകരിക്കുള്ളൂ. എപ്പോഴാണോ ബാക്ടീരിയ സെൽ ആ DNA സ്വീകരിക്കുക, അപ്പോഴാണ് നമ്മൾ അവരെ എന്തെന്ന് വിളിക്കാന്നറിയാമോ? കോമ്പിറ്റന്റ് സെൽ. എന്താ വിളിക്കുക? കോമ്പിറ്റന്റ് സെൽ എന്നാ വിളിക്കുക. സാർ ഇതാണ് സാറേ ബാക്ടീരിയൽ സെൽ. ഇതാരാ? ബാക്ടീരിയ സെല്ല. ബാക്ടീരിയ സെല്ല് ഉടനെ ആരെ വാങ്ങിക്കില്ല? ആ DNA വാങ്ങിക്കില്ല. കാരണം അവർക്ക് ഈ സെൽ മെമ്പറൈൻ ക്രോസ് ചെയ്യാൻ പാടാ. എപ്പോഴാണോ ആ DNA അവർ വാങ്ങിക്കുക, അപ്പോഴാണ് ആ ബാക്ടീരിയ സെല്ലിനെ എന്ത് വിളിക്കുക? കോമ്പിറ്റന്റ് സെല്ലാക്കുക. അങ്ങനെ കോമ്പിറ്റന്റ് സെല്ലാകണമെങ്കിൽ ഈ ബാക്ടീരിയ സെല്ലിൽ കുറച്ച് മന്ത്രവും തന്ത്രവും ഒക്കെ ചെയ്യണം. മന്ത്രവും തന്ത്രവും ഒക്കെ ചെയ്താലേ ആ DNA അവർ വാങ്ങിക്കുള്ളൂ കേട്ടോ. അപ്പൊ എന്തൊക്കെ മന്ത്രമാ ചെയ്യേണ്ടത്? 4 തന്ത്രവും മന്ത്രവും ചെയ്യണം. ഒന്നാമത്തെ, ട്രീറ്റ് സെൽ വിത്ത് ഡൈവാലന്റ് കാറ്റയോൺ. സെല്ലിനെ എന്ത് വെച്ച് ട്രീറ്റ് ചെയ്യാം? ഡൈവാലന്റ് കാറ്റയോൺ. ഡൈവാലന്റ് എന്ന് പറഞ്ഞാൽ 2 ചാർജുള്ള കാറ്റയോൺ. കാൽസ്യം 2 ചാർജ്, 2+ അല്ലേ. Mg2+, 2 ചാർജ് അല്ലേ. 2 ചാർജുള്ള കാറ്റയോൺ വെച്ച് പ്രവർത്തിപ്പിക്കുക. ബാക്ടീരിയ സെൽ എടുത്തു, കാൽസ്യം 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 ഡൈവാലന്റ് അയോൺ വെച്ച് പ്രവർത്തിപ്പിച്ചു. രണ്ടാമത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നേരെ ഐസിൽ സെല്ലിനെ കൊണ്ടുവെക്കുക. ഐസിൽ കുറച്ചു നേരം വെച്ചിട്ട് മൂന്നാമത് എന്ത് ചെയ്യുക? ചൂടത്ത് വെക്കുക. എത്ര ഡിഗ്രി? 42 ഡിഗ്രിയിൽ ചൂടത്ത് വെക്കുക. നാലാമത് ആ സെല്ലിനെ എവിടെ കൊണ്ടുവെക്കുക? വീണ്ടും ഐസിൽ വെക്കുക. ഈ 4 സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ടീരിയ സെല്ല് ആരെ സ്വീകരിച്ചോളും? ആ DNA സ്വീകരിച്ചോളും. ആ DNA സ്വീകരിക്കാൻ റെഡി ആയാൽ പിന്നെ അവൻ എന്തെന്നാ വിളിക്കുക? കോമ്പിറ്റന്റ് സെൽ എന്നാണ് വിളിക്കുക. ഇത്ര മനസ്സിലായല്ലോ? ഇത്രയാണ് എപ്പോഴും ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ. പിന്നെ എൻസൈമുകൾ, റെസ്ട്രിക്ഷൻ എൻസൈമുകളുടെ നെയിമിങ് ചോദിക്കാറുണ്ട്. EcoR1 ഇതെന്താ? ജീനസ് നെയിം ഓഫ് ബാക്ടീരിയ, സ്പീഷീസ് നെയിം ഓഫ് ബാക്ടീരിയ, ഫസ്റ്റ് ലെറ്റർ ഓഫ് സ്ട്രെയിൻ, റോമൻ ലെറ്റർ. എല്ലാ എൻസൈമിന്റെ ലാസ്റ്റിൽ ഒരു റോമൻ ലെറ്റർ കാണും. അതെന്താ? ഓർഡർ ഓഫ് ഐസൊലേഷനാ. എത്രാമതാണ് വേർതിരിച്ചത് ആ ബാക്ടീരിയ എന്ന്? അതാണ് ഓർഡർ ഓഫ് ഐസൊലേഷൻ. ആദ്യമായിട്ട് വേർതിരിച്ച എൻസൈം ഏതാ? HindII ആണ്. ആദ്യമായി വേർതിരിച്ചത് HindII എൻസൈമാണ്. ഇത്ര മനസ്സിലായല്ലോ? ഒരു ബാക്ടീരിയ ആ DNA വാങ്ങിക്കാൻ നേരെ തയ്യാറാകൂല. ഈ 4 സ്റ്റെപ്പ് ചെയ്താലേ ആ DNA അവർ വാങ്ങിക്കാൻ റെഡി ആകുള്ളൂ. എപ്പോഴാണോ ആ DNA വാങ്ങിക്കാൻ തയ്യാറാകുക, റെഡി ആകുക, അപ്പോഴാണ് കോമ്പിറ്റന്റ് സെൽ എന്ന് വിളിക്കുക. വാട്ട് ആർ ദ കോമ്പിറ്റന്റ് സെൽ? ദീസ് ആർ ദ ബാക്ടീരിയ സെൽ വിച്ച് ഈസ് റെഡി ടു ടേക്ക് ആ DNA. റെഡിയാണ്, ആ DNA വാങ്ങിക്കാൻ റെഡി ആയവരാണ് കോമ്പിറ്റന്റ് സെൽ. ഈ 4 സ്റ്റെപ്പ് ചെയ്യണം. സെല്ലുകളെ ഡൈവാലന്റ്, ഏത് സെല്ലുകളെ? ബാക്ടീരിയ സെല്ലുകളെ. ആ DNA വാങ്ങിക്കേണ്ട ബാക്ടീരിയ സെല്ലിനെ ഡൈവാലന്റ് അയോൺ വെച്ച് പ്രവർത്തിപ്പിക്കുക. ഐസിൽ വെക്കുക, 42 ഡിഗ്രി ചൂടിൽ വെക്കുക, വീണ്ടും ഐസിൽ വെക്കുക. ഈ 4 സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ടീരിയ സെല്ലുകൾ എന്തിനെ വാങ്ങിച്ചോളും? ആ DNA വാങ്ങിച്ചോളും. എൻസൈമുകൾക്ക് എങ്ങനെ പേരിടാന്നറിയാലോ? EcoR1 ആദ്യത്തെ എൻസൈം, HindII. എൻ്റെ പൊന്നുമക്കളെ, ഒട്ടുമിക്ക ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും പഠിച്ചു പോവുക, നല്ല മാർക്ക് കിട്ടട്ടെ. പറ്റിക്കരുത്. കമ്മ്യൂണിറ്റിയിൽ നോട്ട് കിട്ടും. ആ നോട്ട് ഡൗൺലോഡ് ചെയ്ത് എൻ്റെ മക്കൾ പഠിക്കണം. മറക്കല്ലേ, നോട്ട് വായിക്കണം കേട്ടോ. പഠിക്കണേ, പറ്റിക്കല്ല കേട്ടോ. കുറേ എഫേർട്ട് എടുത്തിട്ടാണ് ഞാൻ വരുന്നത്, കുറേ എഫേർട്ട് എടുത്തിട്ടാണ് പഠിപ്പിക്കുന്നത്. തൊണ്ടൊക്കെ പോയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം റെക്കോർഡും ഓഫ്ലൈൻ ക്ലാസ്സൊക്കെ ജൂപ്പോർട്ടിൻ്റെ എടുത്തിട്ട്, എന്നിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് എൻ്റെ മക്കൾ പഠിച്ചേക്കണേടാ. എനിക്കൊരു ചോദ്യമുണ്ട് നിങ്ങളോട്. എന്താ ചോദ്യം എന്ന് ചോദിച്ചാൽ EcoR1 ഉണ്ടല്ലോ, ഇതിൽ 1 ഈ റോമൻ ലെറ്റർ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഈ റോമൻ ലെറ്റർ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ബായ്. പഠിക്കണേ.